സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയാക്കും എന്നതാണ് KC വേണുഗോപാൽ ഇന്നും പറഞ്ഞത്. കേരളത്തിൽ നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നില്ലേ? കേരളത്തിൽ നടക്കുന്നത് അദ്ദേഹം അറിയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ സെപ്റ്റംബർ മാസം 20-നാണ് അയ്യപ്പ സംഗമം വലിയ കൊട്ടിഘോഷം നടത്തി പമ്പയുടെ ഓരത്ത് നടന്നത്. അതിനുശേഷം കേരളത്തിലെ ഭരണകക്ഷി 2016 മുതൽ ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡുകളുടെ നേതൃത്വം നൽകിയ ആളുകൾ നേരിട്ട് നടത്തിയ, അവരുടെ സഹായത്തോടു കൂടി നടത്തിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ അതിനെ സംരക്ഷിക്കാൻ, കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് പരമാവധി ചെയ്തു എങ്കിലും പിന്നീട് ഹൈക്കോടതിയുടെ അതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം നിങ്ങൾ പറയുകയും അത് വോട്ടായി മാറുകയും ഒക്കെ ചെയ്തു. അതൊക്കെ ശരി, നോക്കൂ. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്നത് അടൂർ പ്രകാശ് ആണ്. നാളെ അടുത്ത ദിവസങ്ങളിൽ പോകാൻ പോകുന്നത് ആന്റണിയാണ്. ആ സമയത്ത് സജീവ ചർച്ചയാക്കില്ല, അല്ലെങ്കിൽ അതിൽ മിണ്ടാതിരിക്കുക എന്നതെങ്കിലും KC വേണുഗോപാൽ ചെയ്യണ്ടേ? അപ്പോൾ അത് ചർച്ചയാക്കുമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ന്യൂസ് 18 ചാനലിനോ കേരളത്തിലെ മറ്റേതെങ്കിലും ചാനലുകൾക്കോ ശ്രീ അടൂർ പ്രകാശോ ശ്രീ ആന്റണിയോ ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസ്ഥാനത്ത് വരുന്ന തെളിവുകൾ ഉണ്ട് എങ്കിൽ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അത് നിങ്ങൾ പുറത്തു വിടുകയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഒരു MP യെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിയാണ് എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാനലിൽ വാർത്ത നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷണം നടത്തുകയാണല്ലോ. അപ്പോൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്വേഷിക്കണമെന്നുമില്ല. അതിനേക്കാൾ വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു വരികയാണ്. അവരാണ് അടൂർ പ്രകാശിനെ വിളിക്കുന്നത്, 2.5 മണിക്കൂർ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, അതിനുശേഷം ഇപ്പോൾ ആന്റണിയിലേക്ക് പോകുന്നു. അദ്ദേഹം ആരോപണ വിധേയനാണ്. EDയും അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നതാണ് അറിയുന്നത്. അപ്പോൾ കൂടുതൽ നേതാക്കൾ നിങ്ങളുടേതാണ്. ആ നേതാക്കൾ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ആ വിഷയം സജീവമാക്കിയാൽ നഷ്ടം നിങ്ങൾക്കല്ലേ? ഈ വിഷയം സജീവമായി തന്നെ നിലനിൽക്കണം. കേരളത്തിലെ ശബരിമലയിൽ, ഇന്ത്യ രാജ്യത്തല്ല ലോകം മുഴുവൻ പ്രസിദ്ധമായ ശബരിമലയ്ക്കകത്ത് നോക്കാൻ ഏൽപ്പിച്ചവർ, അതിന്റെ ഭരണം നേതൃത്വം കൊടുത്ത ആളുകൾ, അതിനകത്തു നിന്ന് കട്ടുകൊണ്ടുപോയ സ്വർണത്തിന്റെ കണക്കാണ് നമുക്ക് കിട്ടേണ്ടത്. കൊണ്ടുപോയ വഴിയാണ് നമ്മൾക്ക് അന്വേഷിക്കേണ്ടത്. ആർക്കൊക്കെയാണ് അതിന്റെ ഗുണം കിട്ടിയത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും. ശ്രീ അടൂർ പ്രകാശോ ആന്റണിയോ ആ കാര്യത്തിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് രേണുക പറഞ്ഞാൽ അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഒരു സംശയവും വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ കേസിൽ അതെങ്ങനെ പ്രതിയാവുമെന്നൊക്കെ നാളെ നിങ്ങൾക്ക് തെളിയിക്കേണ്ടതാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനകത്തേക്ക് കയറ്റിയിട്ട് അത് ഇളക്കി മാറ്റിയ കാര്യത്തിലാണോ എന്നൊക്കെ അറിയേണ്ടതും പറയേണ്ടതും അന്വേഷണ സംഘമാണ്. ഒരാളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ, ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ പ്രതികളാണ് എന്നൊരു അദ്ദേഹം പ്രതിയാണ് എന്നതല്ല പറഞ്ഞത്. ഈ രീതിയിൽ അന്വേഷണ സംഘം ഓരോ വ്യക്തികളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അത് രാഷ്ട്രീയായുധമാക്കിയല്ലോ. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അവർ നേരത്തെ തന്നെ ആരോപണ മുനയിലായിരുന്നു. അവരുമായിട്ടൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇരുവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതാണ് സാഹചര്യം. ഇനി ആ വിഷയം സജീവമാക്കിയാൽ ആർക്കാണ് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക? നിങ്ങളല്ലേ ആൻസറബിൾ ആകുന്നത്? ആ സാമാന്യ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. രേണുകയോട് എനിക്ക് 3 ചോദ്യങ്ങൾ. ഒന്ന്, സോണിയാഗാന്ധിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ള എന്തെങ്കിലും രേഖ താങ്കളുടെ കൈവശമുണ്ട് എങ്കിൽ ഒന്ന് പുറത്തുവിടുക. 2, ആന്റണി MPക്കെതിരെ ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണം, നിങ്ങൾ പറയുന്ന ആരോപണ മുനയാണല്ലോ, ആരോപണം എന്താണ് എന്ന് ഇന്ന് ചാനലിലൂടെ നിങ്ങൾ വ്യക്തമാക്കുക. 3, അടൂർ പ്രകാശ് MPക്കെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണമായിക്കോട്ടെ, അത് ഉന്നയിച്ച ആളുകൾ ആരാവട്ടെ, അതിന്റെ തെളിവുകൾ എന്താവട്ടെ, അത് പുറത്തുവിടാൻ നിങ്ങൾ ദയവ് ചെയ്ത് സന്നദ്ധരാവണം. ഒരാളെ ഇങ്ങനെ പറഞ്ഞ് 1000 കളവ് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന ഗീബൽസിയൻ സിദ്ധാന്തം പലവട്ടം പറഞ്ഞ് കളവ് പറഞ്ഞ് ഒരാളെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുക എന്ന പരിപാടി, പദ്ധതി, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ആശാസ്യകരമല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. പ്രതി ചേർത്തിട്ടുണ്ട് എന്നത് ഞാൻ പറഞ്ഞിട്ടുമില്ല. SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയാണ്. SIT അന്വേഷണം നടത്തുമ്പോൾ അവരുടെ മുന്നിലേക്ക് വിളിച്ചു വരുത്തുന്നതിൽ നിങ്ങളുടെ 2 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ ആർക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുമ്പോൾ അത് നിങ്ങളുടെ നേതാക്കന്മാരിലേക്ക് എത്തുന്നു എന്ന വസ്തുത താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ?
രേണുക പറയുന്ന വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്നത് സോണിയാഗാന്ധിയുടെ പേര് നിങ്ങൾ വലിച്ചഴിച്ചു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച പോറ്റി നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന നേതാക്കൾ എന്നതാണ് പറഞ്ഞത്. അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതല്ലേ? സോണിയാഗാന്ധിയുമായി ഞാൻ ചോദിക്കട്ടെ, ഈ പോറ്റി എന്ന് പറയുന്ന ആൾ കൂടിക്കാഴ്ച നടത്തിയ കണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിലുള്ള ആളുകളൊക്കെ ഈ കേസിൽ പ്രതിയാണ് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ എന്തെങ്കിലും അനാവശ്യമായി ഒരാളുടെ പേര് വലിച്ചേക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, വസ്തുതയാണ്. എന്താണ് വസ്തുത? നിങ്ങൾ കേരള സമൂഹത്തോട് പറ. ഞങ്ങൾ ഒരാളെ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ പോലും ഡിഫെൻഡ് ചെയ്യേണ്ട ഉദ്ദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. പക്ഷേ അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്ത് ഇരുട്ടിൽ നിർത്തുക എന്ന ഒരു അടൂർ പ്രകാശിനെ SIT വിളിപ്പിച്ചിട്ടില്ല എന്നൊരു വാദം താങ്കൾക്കുണ്ടോ? അല്ല, ഒരാളെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വിളിപ്പിച്ച് അയാൾ മുന്നിലെ വാതിലൂടെ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു എന്നുള്ളത് ആരോപണമാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു കേസിനകത്ത് ഒരാളെ അന്വേഷണത്തിന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചതെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു. ഇന്നലെ ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചതെന്നാണ് നമുക്കറിയാവുന്നത്. അദ്ദേഹം ഇന്ന് മൊഴിയെടുക്കാനാണ് എന്ന് പറഞ്ഞു. 2.5 മണിക്കൂർ എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുവല്ലോ SIT. അക്കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? അല്ല രേണുക, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നേരത്തെ ഒരു ദിവസം മുഴുവൻ KT ജലീൽ എന്ന് പറയുന്ന മന്ത്രിയെ ED ചോദ്യം ചെയ്തിരുന്നല്ലോ. കേസെന്തായി? കേരളത്തിലെ ഒരുപാട് ആളുകളെ ED ഉൾപ്പെടെയുള്ളത് ചോദ്യം ചെയ്തല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ സമൻസ് അയച്ച് ED ചോദ്യം ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ഈ കേസിലെ പ്രതികളാണ് എന്ന് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായ താങ്കൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ അടുത്ത മറുപടിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീ നിജേഷ് അരവിന്ദ്. എനിക്ക് പറഞ്ഞ കാര്യത്തിൽ വലിയ വ്യക്തതയുണ്ട്. നോക്കൂ, ഇതുപോലെ ആളുകളെ SIT സമീപിക്കുമ്പോൾ, അവരിൽ നിന്ന് വിവരം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? 100 ദിവസത്തിലധികമായി SITയുടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ്? ആ ന്യായം അപ്പോൾ ഈ കാര്യത്തിലില്ലേ? ഒരു കാര്യം നോക്കൂ, ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിന് പിന്നിലുള്ള NM രാജു എന്ന വ്യക്തിയിൽ നിന്ന് പണം വാങ്ങി എന്ന കാര്യം ആന്റോ ആന്റണിക്കെതിരെ ആരോപണമായി ഉണ്ടല്ലോ. ആ സ്ഥാപനം ഏതാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ആ സ്ഥാപനത്തിൽ തന്ത്രി പണം നിക്ഷേപിച്ചിരുന്നു എന്ന ആരോപണം ഇതിനോടകം ഉണ്ടല്ലോ. ആ സ്ഥാപനത്തിൽ നിന്നാണ് ഏതാണ്ട് സമാനമായ തുക ആന്റോ ആന്റണിക്ക് നൽകിയെന്ന ആരോപണം വന്നതെന്ന് താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ ഈ സ്വർണ്ണ തട്ടിപ്പ്, ഈ പണം, ഇതിന്റെ പ്രതികളിൽ നിന്ന് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, തട്ടിപ്പിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അന്വേഷിക്കാനാണല്ലോ. ആ തലത്തിൽ വരെ അന്വേഷണം എത്തി നിൽക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് തോന്നുമ്പോൾ താങ്കൾ ഈ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് വളരെ ബാലിശമാണ്. അല്ല രേണുക, ഒരു കാര്യം ഇവിടെ, ആരോപണം എന്ന വാക്കിന്റെ അർത്ഥം എന്താ രേണുക? ഒരാൾക്കെതിരെ പറയുന്നതിനെ ആരോപണം എന്ന് പറയും. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കാലം ലൈവിൽ നിർത്തിയത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിതാസ് നായർ, അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങളാണ് ഒരു മനുഷ്യനെ ദീർഘകാലത്തോളം ചാനലുകളിലെ ഈ ലൈം ലൈറ്റിനകത്ത് വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. കോയമ്പത്തൂരേക്ക് CD തേടി യാത്ര നടത്തി. എല്ലാ ദിവസവും ചാനൽ തുറന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരോപണം കിട്ടുന്നു. നിങ്ങൾ ആരോപണം പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ന്യായങ്ങൾ താങ്കൾക്ക് തന്നെ കണ്ടെത്താമായിരുന്നു. ഒരുപാട് ന്യായങ്ങൾ ഈ ചർച്ചയിൽ പറയാൻ. ഒരു ന്യായമല്ല രേണുക, നിങ്ങൾ കളവ് പറയുകയാണ്. നിങ്ങൾ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് നേരെ പറയാൻ അത് ശരിയല്ല. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 3 കാര്യങ്ങൾ, നിങ്ങൾ ഈ ചർച്ചയിൽ പേര് വലിച്ചഴിച്ച 3 ആളുകളുടെ പേരിൽ നിങ്ങൾക്ക് അതിന്റെ വസ്തുതയുണ്ട് എങ്കിൽ പറയുക. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, CPM ചെയ്യുന്നത് പോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ ജയിലറയ്ക്കുള്ളിൽ വെച്ചുകൊണ്ടും സംരക്ഷിക്കുന്ന ഏർപ്പാടൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഏതാണ്ട് 10 മിനിറ്റിലധികം സമയം ഞാൻ താങ്കൾക്ക് വിശദീകരിക്കാനായി തന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സുരേഷ് കുമാർ നോക്കൂ, ഇവിടെ അടൂർ പ്രകാശ് പറയുകയാണ്, ഇന്നലെ SIT എന്നിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വിളിപ്പിച്ചത്. പക്ഷേ അവിടെ താൻ ഇരിക്കുമ്പോൾ പുറത്തു മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് തന്നെ ചോദ്യം ചെയ്യുന്നു, പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ തരത്തിലാണ് വാർത്ത വന്നത്. SITക്കൊപ്പമുള്ള ചിലരെ CPM നിയോഗിച്ചിരിക്കുകയാണ് ഈ രീതിയിൽ വാർത്ത നൽകാൻ.
അപ്പോൾ അന്വേഷണം പോലും അട്ടിമറിക്കപ്പെടുന്നു, അവിടെ CPM നിർദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന വലിയ ഗുരുതരമായ ആരോപണം അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു മിനിറ്റ് എടുത്ത് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായി U-ടേൺ അടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, അതും അവരുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഷ്യം. നേരത്തെ ഇതായിരുന്നില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയോ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഹാലിളക്കം ഇതായിരുന്നില്ലല്ലോ. അപ്പോ നേരത്തെ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ നിങ്ങൾ ഇട്ടാൽ അത് ബർമുട, ഞങ്ങൾ ഇട്ടാൽ വള്ളി നിക്കർ, ഈ പരിപാടി വെച്ച് അവസാനിപ്പിക്കണം കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഈ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതില്ലായിരുന്നു. നിങ്ങൾ എന്താ ഇത്ര മോശമായി? കോൺഗ്രസിന്റെ ആളുകൾ തെറ്റാണ്. നിങ്ങളുടെ ആളുകൾ ജയിലിൽ കിടക്കുകയും നിങ്ങളുടെ ആളുകൾ ജയിലിൽ കിടക്കുകയും ശ്രീ നിജേഷ്, ഞാൻ 10 മിനിറ്റ് താങ്കൾക്ക് തന്നതാണ്. താങ്കൾക്ക് ഈ വാദങ്ങൾ അപ്പോൾ പറയാമായിരുന്നു. പക്ഷെ താങ്കൾ അതല്ല പറഞ്ഞത്. മറ്റു ചില ആരോപണങ്ങളിലേക്ക് പോയി. ഇനി അദ്ദേഹം പറയട്ടെ. ഞാൻ താങ്കളോട് ചോദിച്ചല്ലോ, 10 മിനിറ്റ് താങ്കൾക്കാണ് സമയം തന്നത്. ഇനി അദ്ദേഹം പറയട്ടെ. നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്, അവരിലേക്ക് പോകണം. ഞങ്ങളുടെ നേതാക്കൾ നിങ്ങൾ ഈ ചർച്ച തുടങ്ങി. കോൺഗ്രസിലെ നേതാക്കന്മാർ ഇന്ന് പ്രതികളാണ് സ്ഥാപിക്കാൻ ഞാൻ പ്രതികളെന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ചത് കാര്യം ചൂണ്ടിക്കാട്ടി. സുരേഷ് പറഞ്ഞോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.